പോസ്റ്റ് ഡെലിവറി പേഷ്യൻസ് സ്ട്രെച്ച് മാർക്സ് ഒക്കെയാണ് ഒരു കൺസേൺ. പ്രഗ്നൻസി ആണെങ്കിലും കുറെ ഓയിലൊക്കെ ഇട്ട് നോക്കി പ്രിവെൻഷൻ ട്രൈ ചെയ്തു ആൻഡ് സ്റ്റിൽ ദ സ്ട്രെച്ച് മാർക്സ് ആർ ദേർ. അതിന് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ലൈൻ ഉണ്ടോ? സ്ട്രെച്ച് മാർക്സ് ആർ വെരി ഡിഫിക്കൽട്ട് ടു ട്രീറ്റ്. സ്ട്രെച്ച് മാർക്സ് ഉണ്ടാകുന്നതെന്ന് അറിയാമല്ലോ, ഇലാസ്റ്റിൻ ഫൈബേഴ്സ് എന്ന ഫൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അതിന് മാക്സിമം ഇങ്ങനെ വലിഞ്ഞാലും അത് കഴിഞ്ഞാൽ തിരിച്ചത് സ്റ്റിക്ക് ചെയ്യും. അതിന്റെ മാക്സിമം എത്തിക്കഴിഞ്ഞ് കുറച്ചും കൂടി സ്ട്രെച്ച് ആയി കഴിഞ്ഞാൽ ആ ഇലാസ്റ്റിൻ ഫൈബേഴ്സ് ബ്രേക്ക് ചെയ്യുന്നതാണ് ഈ സ്ട്രെച്ച് മാർക്സ് ആയിട്ട് വരുന്നത്. മെയിൻ ആയിട്ട് സ്ട്രെച്ച് മാർക്സ് വരുന്നത് പുക്കിളിന്റെ അടിയിലാണ്. അപ്പോൾ ടമ്മിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നത് എടുത്തു കളയുന്ന സ്കിൻ മെയിൻലി അടിഭാഗത്ത് നിന്ന് നടക്കുന്നത്. സ്ട്രെച്ച് മാർക്സ് ഉള്ള കുറേ സ്കിൻ നമുക്ക് ഈ ടമ്മിടെക്കിൽ റിമൂവ് ചെയ്യാൻ പറ്റും. പുക്കിളിന് മുകളിലുള്ള സ്ട്രെച്ച് മാർക്സ് ആണെങ്കിലും ടമ്മിടെക്ക് ചെയ്യുമ്പോൾ അത് കഴിയുമ്പോൾ ആ സ്ട്രെച്ച് മാർക്സ് അടിയിലേക്ക് എത്തും. അപ്പോൾ ഇൻ എഫക്റ്റ് നമുക്ക് ഈവൻ കുറച്ച് ലോ വേസ്റ്റ് ജീൻസ് ഇട്ടാൽ പോലും അത്രയും കാണുന്ന വയറിന്റെ അത്രയും ഭാഗത്ത് സ്ട്രെച്ച് മാർക്സ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. കുറച്ച് ഹൈ വേസ്റ്റ് ജീൻസും ക്രോപ്പ് ടോപ്പ് ഇടുന്ന ആൾക്കാർക്ക് അവർക്ക് ഇത്രയും ഭാഗമാണ് ക്ലിയർ ആയിട്ട് വേണ്ടത്. ഇപ്പോൾ അങ്ങനത്തെ ചോദിച്ചു വരാറുണ്ട്. അപ്പോൾ അതിനെ പറ്റിയ സംഭവമാണ് ഈ ടമ്മിടെക്ക് ചെയ്യുന്നത്. മുകളിലത്തെ സ്കിൻ അടി വരെ എത്തുമ്പോൾ അത്രയും ഭാഗത്ത് സ്ട്രെച്ച് മാർക്സ് ഉണ്ടാവില്ല. പുക്കിൾ അടി കൊണ്ടുപോയാലും പ്രശ്നം എന്ന് വെച്ചാൽ പുക്കിൾ വളരെ അടിയിരുന്നാൽ വെരി നാച്ചുറലാണ്. അപ്പോൾ പുക്കിൾ എവിടെ ഉണ്ടോ അവിടെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് അതിന് ചുറ്റും ഒരു കട്ട് ചെയ്തിട്ട് അത് അവിടെ നിന്ന് വെക്കും. ബാക്കിയുള്ള സ്കിൻ അതിന്റെ മുകളിൽ കൂടിയാണ് വലിച്ചടയ്ക്കുന്നത്. പുക്കിൾ എവിടെയുണ്ടോ അവിടെ ചെറിയൊരു ഓട്ട ഉണ്ടാക്കിയിട്ട് അത് പുറത്തേക്ക് കൊണ്ടുവയ്ക്കാനാണ്. അപ്പോൾ 2 സ്കാർസ് ഉണ്ടാവും ടമ്മിടെക്കിൽ. ഒന്ന് അടിയിൽ സ്റ്റിച്ച് മാർക്ക് ചെയ്യുന്നതോ അത് പാൻറ്റി ലൈൻ്റെ അകത്തായിരിക്കും. രണ്ടാമത് ഈ പുക്കിളിന്റെ അകത്തൊരു കാർമാരിൽ കൂടി ഉണ്ടാവും. ഇതാണ് കാരണം. പുക്കിൾ അടിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. പുക്കിൾ അവിടെ തന്നെ വേണം.